ആത്മാവുള്ള വിദ്വാന്മാരാണ് ഇവന്മാരല്ല. ലോകത്ത് അങ്ങനെ ഒരു സാധനമില്ലല്ലോ. ലോകത്തില്ലാത്തതാണ് ഈ ആത്മാവ്. ഇല്ലാത്ത ആത്മാവാണ് ഈ പ്രേതമായിട്ട് ഇറങ്ങി നിൽക്കുന്നത്. ഇതുവരെ ജീവിതത്തിൽ ലോകത്ത് അവനവന്റെ നാട്ടിൽ സാരി ഉടുത്തതും സ്കെട്ടിട്ടതും ആയിട്ടുള്ള പെണ്ണുങ്ങൾ മാത്രമേ പ്രേതമായിട്ട് വരുന്നുള്ളൂ. ഇതുവരെ മറ്റൊരുത്തനെ നമ്മൾ കണ്ടിട്ടില്ല. തെങ്ങ കയറുന്നവനെ പ്രേതമായിട്ട് വരുന്നില്ല. ഇത് എന്തൊരു കഷ്ടമാണ്. ആദ്യത്തെ ആ ഭാർഗവി നിലയം ഉണ്ടാക്കിയ വകയിലാണ് ഈ വെള്ളസാരി ഉണ്ടായിപ്പോയത്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ എന്തൊരു അസംബന്ധം പിടിച്ചാണ്. ചികിത്സ കൊടുത്താൽ മതി. തൂണിലും തുരുമ്പിലും ദൈവത്തിനെ കാണുന്നതുകൊണ്ട് ചികിത്സ കൊടുക്കണം. വേറെ എന്താ വേണ്ടി? കാണുന്നിടത്തല്ല നോക്കുന്നിടത്തെല്ലാം കാണുകയല്ലേ. അപ്പൊ ഇവന് ചികിത്സ കൊടുക്കണം എന്ന് നമുക്ക് മനസ്സിലായി എന്നുള്ള. അല്ലാതെ പൂന്താനം ആകേണ്ട വല്ല കാര്യമുണ്ടോ? ചത്തിട്ട് എങ്ങും പോകാനൊക്കത്തില്ല. എന്നാൽ ഇതിനകത്തൊരാളിരിപ്പില്ല. ജീവനാണ് നമ്മുടെ പ്രശ്നം. ജീവനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു കുറേ കാര്യങ്ങൾ ഒന്നിച്ച് ചേരുമ്പോൾ അവിടെ ഉരുത്തിരിയുന്ന ആവിർഭവിക്കുന്ന ഒരു പുത്തൻ റിയാലിറ്റിയാണത് ലൈഫ്. അത്രേ ഉള്ളു. അപ്പൊ ഇതിനെ ആ ചേരുവ മാറിയ അപ്രത്യക്ഷമായി പോകും. ഒരു കാർ എങ്ങനെയാണോ അതിന്റെ പാർട്ടുകൾ മാറുമ്പോൾ അപ്രത്യക്ഷമാകുന്ന പോലെ മാത്രം അപ്രത്യക്ഷം, അല്ലാതെ ഇതെങ്ങും പോകുന്നില്ല. അപ്പൂപ്പന്മാരെല്ലാവർക്കും വേണ്ടി ഈ ബലി കൊടുക്കാൻ നടക്കുന്ന ഇവന്മാർക്ക് വേറെ ഒരു പണിയില്ല. പാവം പിടിച്ച അപ്പൂപ്പന്മാർ എന്തോ ചെയ്യാനാണ്. ഇവന്മാർ ഇനി അയച്ചെന്ന് വെച്ചോ. ഒരുത്തൻ പരമാവധി മര്യാദകളായിട്ട് ഇവിടെ ജീവിച്ചവന് ഈ പൂജ നടത്തിയിട്ട് സ്വർഗത്തിൽ കയറ്റാമെങ്കിൽ എത്ര വൃത്തികെട്ടൊരു ദൈവമായിരിക്കും. ആലോചിച്ച് നോക്കണേ. വെറുതെ നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ മന്ത്രിമാരാരെങ്കിലും സ്വർഗത്തിൽ പോകാനോ അല്ലെങ്കിൽ നരകത്തിൽ പോകാൻ പോലും അവരെടുക്കത്തില്ല. അത്ര മോശപ്പെട്ടവരായി. Subscribe and follow me.